Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി M12 എന്ന് പറയുന്ന 1999 രൂപ എന്ന പ്രൈസിൽ ഇറങ്ങിയിരിക്കുന്ന പുതിയ ഫോണിന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു 10,900 എന്ന പ്രൈസിൽ നിങ്ങൾ ഒരു സാംസങ്ങിന്റെ ഫോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട്, ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകും. അപ്പോൾ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലേക്ക്. സോ സാംസങ് ഗാലക്സി M12 വന്ന ഫോണിന്റെ അൺബോക്സിംഗ് ആണ് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് സാംസങ്ങിന്റെ ഗാലക്സി M12ന്റെ ബോക്സ്. ഫ്രണ്ടിൽ നമുക്ക് ഗാലക്സി M12 എന്നും സാംസങ് എന്നൊക്കെ കാണാം. റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗാലക്സി M12 6000 mAh ബാറ്ററി, 15 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ്, ക്വാഡ് ക്യാമറ, ഇൻഫിനിറ്റി വി ഡിസ്പ്ലേ, 6.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. 48 മെഗാ പിക്സലാണ് മെയിൻ ക്യാമറ, ക്വാഡ് ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. വെയിറ്റ് 221 ഗ്രാം ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് വിശദമായിട്ട് പരിശോധിക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ കാണാം. നമുക്ക് ഫോൺ എടുത്ത് മാറ്റി വെക്കാം, ഫോണിലേക്ക് വരാം. അതിനു മുമ്പ് ഇതിനകത്ത് ചാർജർ കാണാം. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണ്. ടൈപ്പ് സി കേബിളും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിന്റെ ടോപ്പ് സൈഡിൽ നമുക്ക് ഒരു ബോക്സ് കൂടി കാണാം. ഇതിനകത്ത് നമുക്ക് കേസ് ഒന്നും വരുന്നില്ല, ഡോക്യുമെന്റേഷൻ ആണ് വരുന്നത്. സിമജറ്റ ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇത്രയുമാണ് ബോക്സിനകത്തെ കണ്ടന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഡോക്യുമെന്റേഷൻ അടക്കം എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫോണിലേക്ക് വരാം. ഫോൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഫോണിന്റെ ബോക്സിന്റെ ബാക്കിൽ നിങ്ങൾ കണ്ടായിരുന്നു 221 ഗ്രാം വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉള്ള ഫോണാണ്. 6000 mAh ബാറ്ററി ഉള്ള ഫോണാണ്. നിങ്ങൾ ആലോചിക്കുന്നത് ഇതിന്റെ ബാറ്ററി ലൈഫ് എന്തായാലും എക്സലന്റ് ആയിരിക്കും. കാരണം HD+ ഡിസ്പ്ലേ പ്ലസ് 6000 mAh ബാറ്ററി, 8nm പ്രോസസറാണ്. സോ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ എക്സ്പെക്ട് ചെയ്യാം. നല്ല ബാറ്ററി ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഫോൺ എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ, സാംസങ്ങിന്റെ ഫോൺ വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസിന് ഇതൊരു അടിപൊളി ഓപ്ഷൻ ആയിരിക്കും. ഈ 6000 mAh ബാറ്ററി ആണെങ്കിലും കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ വലിയൊരു ഹെവി വെയിറ്റ് കാര്യങ്ങൾ അങ്ങനെ ഓവറായിട്ട് തോന്നുന്നില്ല. കാരണം ഇതിന്റെ വെയിറ്റ് നല്ല രീതിയിൽ ബാലൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഒരു വെൽ ബാലൻസ്ഡ് ആയ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോണാണെന്ന് വേണം പറയാൻ. ഇതിന്റെ റിയർ ഡിസൈൻ നിങ്ങൾക്ക് കാണാം. ക്വാഡ് ക്യാമറ സെറ്റപ്പ്, LED ഫ്ലാഷും കാര്യങ്ങളും. ഒരു ടെക്സ്ചർ ആണ് ഇതിന്റെ ടോപ്പ് സൈഡ് വരുന്നത്. താഴേക്ക് വരുമ്പോൾ വേറെ ടെക്സ്ചർ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട് സാംസങ് ബ്രാൻഡിങ്ങോട് കൂടിയിട്ടുള്ള ഭാഗമാണ്. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പവർ ബട്ടണും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും രണ്ടും കൂടി ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് വരുന്നത്. വോളിയം ബട്ടൺ നിങ്ങൾക്ക് അതിന്റെ ടോപ്പ് സൈഡിൽ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക്, മൈക്ക്, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രിൽ. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിം ട്രേ ആണ്. സിം ട്രേയിൽ നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ്. ഡുവൽ സിം സപ്പോർട്ട് ചെയ്യുന്നു. ഒരു മെമ്മറി കാർഡ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇടാം. സോ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ് വരുന്നത്. ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.5 ഇഞ്ച് വരുന്ന HD+ LCD ഡിസ്പ്ലേ ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഡിസ്പ്ലേ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഇൻഫിനിറ്റി വി നോച്ച് ആണ് വരുന്നത്. സോ ഇതാണ് ഇതിന്റെ ഒരു ഡിസ്പ്ലേയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. വൈഡ് വൈൻ HD+ ഡിസ്പ്ലേ ആണ്, എന്നിട്ടും വൈഡ് വൈൻ 11 സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഓവറോൾ ഇതാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. ഡിസ്പ്ലേ ആയാലും നിങ്ങൾ കണ്ട പോലെ ഒരു നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട്. ബിൽഡ് ക്വാളിറ്റിയിലും യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല സ്ട്രോങ് ആയ ഒരു ഫോണായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് നല്ലൊരു ഹെവി ബാറ്ററി കപ്പാസിറ്റിയും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഇനി ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ PUBG ഒക്കെ കളിക്കാൻ പറ്റിയ ഒരു ഗെയിം ഫോണാണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. നോർമൽ ആയിട്ടുള്ള ഗെയിമുകളൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. ഒരു സാംസങ്ങിന്റെ ഒരു 10 രൂപ റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ്. അപ്പൊ ആ രീതിയിൽ വേണം കാണാൻ. അല്ലാണ്ട് വലിയ PUBG കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതെടുത്തിട്ട് അവസാനം ഇതിനെ കുറ്റം പറയുന്ന ഒരു അവസ്ഥ വരരുത്. ഇത് അത്തരത്തിലുള്ള ഉദ്ദേശത്തിൽ വന്നിട്ടുള്ള ഒരു ഫോണല്ല. പക്ഷേ എങ്കിലും മോശമല്ലാത്തൊരു Exynos 850 എന്ന് പറയുന്ന 8nm പ്രോസസ് ടെക്നോളജി ഉള്ള ഒരു പ്രോസസ്സറാണ് വരുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സർ ഉള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത് 6000 mAh ബാറ്ററി, HD+ ഡിസ്പ്ലേ, 8nm പ്രോസസ് ടെക്നോളജി ഉള്ള ഒരു പ്രോസസ്സർ എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് എന്തായാലും എക്സലന്റ് ആയിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. LPDDR4X റാമും eMMC സ്റ്റോറേജും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സോ ഓവറോൾ ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിൽ One UI 3.1ഉം ആൻഡ്രോയിഡ് 11ഉം അടക്കം ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ രീതിയിൽ തന്നെയാണ് വരുന്നത്. സോ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് പ്രത്യേകിച്ച് പരാതിയൊന്നും പറയാനില്ല. സാംസങ്ങിന്റെ ഫോൺ എന്ന രീതിയിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ സാംസങ്ങിന്റെ ഫോൺ എന്ന രീതിയിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡീസന്റ് ആയ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ഈ ഒരു ഡിവൈസിൽ ഫിംഗർ പ്രിന്റ് സെൻസറും അതേപോലെ ഫേസ് അൺലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ സ്നാപ്പി ആയി വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫിംഗർ പ്രിന്റ് സംവിധാനമാണ് ഉള്ളത്. ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അൺലോക്ക് ആയി കിട്ടുന്നുണ്ട്. യാതൊരു ഇഷ്യൂവും ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ ഭാഗത്ത് വരുന്നില്ല. ഫേസ് അൺലോക്കിന്റെ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നോർമലായ ഒരു സ്പീഡിൽ ഇത് ഓപ്പൺ ആയി വരുന്നത്. സോ ഈ രീതിയിലാണ് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെയും ഫേസ് അൺലോക്കിന്റെ ഒക്കെ ഒരു പെർഫോമൻസ്. സോ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ഒരു അബൌട്ട് സെക്ഷനും സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന രീതിയിലാണ്. സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞു One UI 3.1ഉം അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 11ഉം ഒക്കെയാണ് വരുന്നത്. ഇനി സ്റ്റോറേജിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ കയ്യിലിരിക്കുന്ന വേരിയന്റ് എന്ന് പറയുന്നത് 6GB റാം 128GB സ്റ്റോറേജ് ആണ്. 128GB സ്റ്റോറേജിൽ നമുക്ക് 26GB സ്റ്റോറേജ് ഒക്കെ യൂസ് ചെയ്ത് കാണുന്നുള്ളൂ. സോ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നുണ്ട്.
ഇനി ഇതിന്റെ സ്റ്റോറേജിന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ 6GB RAM 128GB വേരിയന്റ് ആണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇതിന് 4GB RAM 64GB എന്നൊരു വേരിയന്റ് കൂടിയുണ്ട്. ആ വേരിയന്റിന്റെ പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത് 10,999 എന്നുള്ളത്. ഈ 6GB RAM 128GB സ്റ്റോറേജിന്റെ പ്രൈസ് ആണെങ്കിൽ 13,499 എന്ന പ്രൈസ് ആണ് വരുന്നത്. സോ ഈ പ്രൈസിന് സാംസങ്ങിന്റെ ഒരു ഫോൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെടുന്നുള്ളത് നിങ്ങളാണ് ആലോചിച്ച് തീരുമാനിക്കേണ്ടത്. ഇനി ഇതിന്റെ ഡിസ്പ്ലേ ഒരു പ്രത്യേകത കൂടി കൊടുത്തിരിക്കുന്നത് HD+ ഡിസ്പ്ലേ ആണെങ്കിൽ കൂടി ഇവർ 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ്, അഡാപ്റ്റീവ് റീഫ്രഷ് റേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. റീഫ്രഷ് റേറ്റ് മാറി മാറി വരുന്ന തരത്തിൽ 90 ഹെർട്സ് റീഫ്രഷ് റേറ്റും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന്റെ ഡിസ്പ്ലേയുടെ ഭാഗങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഡിസ്പ്ലേ ഒരു HD+ ആണെങ്കിൽ കൂടി ഒരു നല്ല ലെവലിലേക്ക് ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 48 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ടിൽ സെൽഫി ക്യാമറ 8 മെഗാ പിക്സൽ, റിയർ ക്യാമറ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. 48 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. 5 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും പിന്നെ 2 മെഗാ പിക്സലിന്റെ വീതം 2 ക്യാമറകളും വരുന്നുണ്ട്. സോ ഇതിന്റെ മെയിൻ ക്യാമറയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ സാമ്പിൾ ഒന്ന് കണ്ടു നോക്കാം. ഇതൊക്കെയാണ് മെയിൻ ക്യാമറയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഡേ ലൈറ്റിലെ ക്വാളിറ്റി എന്ന് പറയുന്നത് വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാതെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് ഈ ഒരു ക്വാളിറ്റി മതിയോ എന്നുള്ളത് നിങ്ങളാണ് ചിന്തിച്ച് നോക്കേണ്ടത്. കണ്ടു നോക്കുക, വിശദമായിട്ട് തന്നെ കണ്ടു നോക്കുക. മെയിൻ ക്യാമറ ഇമേജുകൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പോർട്രേറ്റ് മോഡും കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു രീതിയിലുള്ള ഒരു പോർട്രേറ്റ് മോഡും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. സോ കുറച്ച് ഇമേജുകൾ ഞാനിവിടെ ആഡ് ചെയ്യാം, ഒന്ന് കണ്ടു നോക്കുക. കാരണം ഇതിനിപ്പോൾ ഒരു സെപ്പറേറ്റ് ക്യാമറ റിവ്യൂ ഡെഡിക്കേറ്റഡ് ആയിട്ടൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഇവിടെ തന്നെ ഇതിന്റെ ഇമേജുകൾ കണ്ട് ക്വാളിറ്റി മനസ്സിലാക്കുക. ഒരു ചെറിയ വീഡിയോ സാമ്പിൾ കൂടി ഞാനിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ ക്വാളിറ്റി എത്രയുണ്ടെന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് തന്നെ മനസ്സിലായിക്കോളും. ഹായ്, അപ്പോൾ ഇത് മെയിൻ ക്യാമറയുടെ ഒരു ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഫുൾ HD 30 ഫ്രെയിം/സെക്കൻഡ് ആണ്. സോ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു ക്വാളിറ്റി കിട്ടുമ്പോൾ എങ്ങനെയുണ്ട്? സോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. മൈക്കിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടി ഇപ്പോൾ കേട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മെയിൻ ക്യാമറയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ മൈക്കിൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ് നമ്മൾ ഈ കേട്ട് മനസ്സിലാക്കാൻ. ഇനി നമുക്ക് ഇതിന്റെ സെൽഫി ക്യാമറയുടെ ഇമേജുകളും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണാം. ഒപ്പം തന്നെ ഇതിന്റെ ഒരു ചെറിയ വീഡിയോ സാമ്പിളും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി. എങ്ങനെയുണ്ട് ഒരു 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് സാംസങ്ങിൻ്റെ ഫോൺ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്തായാലും ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്കൈ ക്ലൗഡ് എനിക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. സോ ഓൾമോസ്റ്റ് എനിക്ക് കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. സാംസങ്ങിൻ്റെ ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ അവർ ക്യാമറ ഇത്തിരി മിടുക്കന്മാർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇവർ 8 മെഗാ പിക്സലായിട്ടും കുഴപ്പമില്ലാത്തൊരു നല്ല ഫുൾ HD വീഡിയോ ആണ് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിതിൻ്റെ സ്റ്റെബിലൈസേഷൻ കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഡേ ലൈറ്റിലെ ഒരു ക്യാമറയുടെ പെർഫോമൻസ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വന്നാലുള്ള ഒരു കുറച്ച് ഇമേജ് സാമ്പിളുകൾ കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൂടി ഒന്ന് കണ്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയേക്കാം. സെൽഫി ക്യാമറയുടെ ഇമേജ് ആണ് ആദ്യം കാണിക്കുന്നത്, തുടർന്ന് മെയിൻ ക്യാമറയുടെ ഇമേജുകളും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്യാമറയുടെ ഒരു ഏകദേശ രൂപം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6000 mAh ബാറ്ററിയാണ്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ തുടക്കം തന്നെ പറഞ്ഞു, ഒരു നല്ല ബാറ്ററി ലൈഫ് നമുക്ക് ഈ ഒരു ഫോണിൽ എക്സ്പെക്ട് ചെയ്യാം. നമ്മളത് യൂസ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ട് എത്ര കിട്ടുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും 2 ദിവസം കുറയാത്ത ബാറ്ററി ലൈഫ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇങ്ങനെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ ഇതൊരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ മറ്റു രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇത്തിരി യൂസ് ചെയ്തിട്ടൊക്കെയാണ് പറയാറ്, അല്ലെങ്കിൽ യൂസ് ചെയ്ത് റിവ്യൂസ് വരുമ്പോൾ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ഫുള്ളായിട്ട് പറയാൻ പറ്റും. ബട്ട് ഇതൊരു ഇനീഷ്യൽ ഇംപ്രഷൻ ആണ്, ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് യൂസർ റിവ്യൂ ഒക്കെ വരുമ്പോൾ കണ്ടു നോക്കിയിട്ട് തീരുമാനിക്കുക വേണോ വേണ്ടോ എന്നുള്ള കാര്യം. എന്തായാലും ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന രീതിയിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ വല്ലാതെ വിമർശിക്കുന്നില്ല. കാരണം സാംസങ്ങിന്റെ ഈ ഒരു സെഗ്മെന്റിലെ ഫോൺ എന്ന് പറയുമ്പോൾ നമ്മൾ വിമർശിക്കല്ല ചെയ്യുന്നത്, പകരം സാംസങ്ങിന്റെ ഒരു ഫോൺ എന്ന രീതിയിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാണ് യൂഷ്വലി ചെയ്യാറുള്ളത്. സോ നിങ്ങൾക്ക് സാംസങ്ങിന്റെ ഫോൺ എന്ന രീതിയിൽ ഈ ഒരു ഫോൺ ഈ പ്രൈസിന് ഈ സ്പെക്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. സോ അത്രയുമാണ് നമ്മുടെ ഒരു ചെറിയ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് നോക്കാം, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.